കേറ്ററ്റുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം പരിശോധിക്കാം. പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ നമുക്കത് വളരെ വേഗത്തിൽ തന്നെ നമുക്കതിനെ കണ്ടെത്താം. കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ 3 അക്കങ്ങൾ തരുമല്ലോ. അപ്പോൾ 3 അക്കങ്ങളിൽ 2 ചെറിയ അക്കങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുക. എന്നിട്ട് വലുതിൻ്റെ സ്ക്വയർ, വലിയ അക്കത്തിൻ്റെ സ്ക്വയർ അത് തന്നെയാണോ എന്ന് നോക്കുകയാണെങ്കിൽ അത് രണ്ടും സെയിം ആണെങ്കിൽ അതൊരു പൈതഗോറിയൻ സംഖ്യാത്രയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 3, 4, 5. ഇതിൽ 3ൻ്റെ സ്ക്വയർ എത്ര വരും? 9 വരും. 4ൻ്റെ സ്ക്വയർ 16 വരും. 3ഉം 4ഉമാണ് 5നേക്കാൾ ചെറുതായിട്ടുള്ള മറ്റ് 2 ചെറിയ സംഖ്യകൾ. ഈ 3 സംഖ്യകളിൽ ചെറുത് 3ഉം 4ഉമാണ്. അതുകൊണ്ടാണ് നമ്മൾ 3ഉം 3ൻ്റെയും 4ൻ്റെയും സ്ക്വയർ എടുത്തത്. 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഇവ രണ്ടും കൂട്ടുമ്പോൾ എത്ര വരും? 25 വരും. അപ്പോൾ 5ൻ്റെ സ്ക്വയർ, വലിയ സംഖ്യയായ 5ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുമ്പോഴോ അത് 5 25 അല്ലേ. അപ്പോൾ 25ആണ് 5ൻ്റെ സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ ഒരു 3, 4, 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ ആണ്, ഉൾപ്പെടുന്നവ ആണ്.